ആം ആദ്മി പാർട്ടിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരാകമാനം ചർച്ച ചെയ്യുന്ന വിഷയമാണിത്. പാർട്ടി അധികാരത്തിലിരിക്കുന്ന 2 സംസ്ഥാനങ്ങളിലും കനത്ത തിരിച്ചടിയേറ്റ ശേഷം ഇനി കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് AAP. തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്നാണ് AAP വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഈ വർഷം നടക്കാൻ പോകുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി സന്ദീപ് പഥക് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഉത്തർപ്രദേശിൽ SP-യും ബീഹാറിൽ RJD-യും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് ശിവസേനയും കോൺഗ്രസുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം വലിയ വിജയത്തിലെത്തിച്ചപ്പോഴാണ് ആം ആദ്മി പാർട്ടിയുടെ ഈ നിലപാടെന്ന് കാണേണ്ടതുണ്ട്. ഡൽഹി ഭരിക്കുന്ന AAP കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചിട്ടും ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടെന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. കെജ്രിവാൾ സർക്കാരിനെതിരായ അഴിമതി കേസുകൾ ഒരു പരിധിവരെ ഡൽഹിക്കാർ വിശ്വസിച്ചു എന്നത് മാത്രമല്ല ഈ തോൽവിക്ക് കാരണം. ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയും ചൂണ്ടിക്കാട്ടാനാകാതെ പരസ്പര വിരുദ്ധമായ നിലപാടുകളിലൂടെയാണ് AAP തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ സമീപിച്ചത്. ചിലപ്പോഴൊക്കെ BJP-യെ വെല്ലുന്ന ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ കാനഡ പോലുള്ള വിദേശ രാജ്യങ്ങളിലിരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുമായും അവരുടെ നിലപാടുകളുമായും സന്ധി ചെയ്യുന്ന നടപടികളും AAP-യിൽ നിന്നുണ്ടായി. പാർട്ടിയുടെ എക്കാലത്തെയും അവകാശവാദമായിരുന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായ പൊളിഞ്ഞുപോയതും പാർട്ടിയോടുള്ള വോട്ടർമാരുടെ അസംതൃപ്തിക്ക് കാരണമായി. കോൺഗ്രസിൻ്റെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ രംഗത്ത് വന്ന പാർട്ടി അവരുമായി സഖ്യമുണ്ടാക്കിയത് അവസരവാദ നിലപാടായാണ് വോട്ടർമാർ കണ്ടത്. ഡൽഹി മോഡൽ സൗജന്യ പദ്ധതികൾ കൊണ്ടും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല. സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ആശ്വാസം ഉപയോഗപ്പെടുത്തി ഡൽഹിയിലും പഞ്ചാബിലും ഗുജറാത്തിലുമൊക്കെ പരമാവധി പ്രചരണം നടത്തിയിട്ടും ഈ 3 സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. പാർട്ടി ഭരണത്തിലിരിക്കുന്ന പഞ്ചാബിൽ കോൺഗ്രസുമായി സഖ്യം ചേരാതെ തനിച്ചു മത്സരിച്ചപ്പോൾ 3 സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചത്. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന് 7 സീറ്റുകൾ ലഭിച്ചു. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിച്ച് പാർട്ടി ശക്തി തെളിയിച്ചില്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ BJP കീഴ്പ്പെടുത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഇന്ത്യ സഖ്യത്തിലും AAP-യുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുന്നണിയിൽ ആം ആദ്മി പാർട്ടിയുടെ വിലപേശൽ ശക്തി വളരെ ദുർബലമായിരിക്കുന്നു. AAP-യുമായും സഖ്യമുണ്ടാക്കിയ ഡൽഹിയിൽ കോൺഗ്രസിന് അവരുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. ഫലത്തിൽ കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെ നടുക്കടലിൽ നിൽക്കുകയാണ് AAP.